ഹേമ കമ്മിറ്റി വന്ന സമയത്തല്ല ചോദ്യം ഇയാളും പെട്ടിട്ടുണ്ടോ ഹേമയിൽ? ഇത് ഏത് പടമാണ് നല്ലത്? ഇപ്പോൾ ഓടുന്ന പടമുണ്ടല്ലോ, ആ പടം അവർ ഓട്ടോമാറ്റിക്കലി നന്നായിട്ടുണ്ടോ പടം തിയേറ്ററിലേക്ക് ആൾ വരും, ഉറപ്പാ. അല്ലാതെ വെറുതെ കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തെറ്റിദ്ധാരണയിൽ ഒരു ആർട്ടിസ്റ്റ് ഇതേമാതിരി എൻ്റെ ഒരു 3 പടം കട്ട് ചെയ്തിട്ടുണ്ട്. 3 പടം തമിഴ് കണ്ടുപിടിക്കണം എന്തായാലും. തമിഴിലെ ആൾക്കാരെയും അവിടുത്തെ ട്രീറ്റ്മെൻറ്റും ബാക്കിയെല്ലാം സ്നേഹവും ബഹുമാനവും എല്ലാം. ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റും അതിൻ്റെ കാര്യങ്ങളും ലാഭങ്ങളാണെങ്കിലും എന്താണെങ്കിലും വ്യക്തമായ കൃത്യമായ കണക്കുകളല്ല ധരിപ്പിക്കുന്നതെന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, ഇപ്പോൾ ഏത് പടം വന്നാലും 100 കോടി ക്ലബ്ബിൽ, 100 150 കോടി എന്നെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 100 പോയി, 100ൻ്റെ മേലെ അതുക്കും മേലെ വന്ന്. അപ്പോൾ ഇത് എല്ലാം തട്ടിപ്പാ. ഇതിപ്പോൾ പടം ഓടണമെങ്കിൽ 100 കോടി ക്ലബ്ബ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നല്ല പടമെങ്കിൽ പടം തിയേറ്ററിൽ ഓടും. ഇപ്പോൾ ഇന്നലെ തന്നെ തോന്നുന്നു മനോരമയിൽ ഒരു ന്യൂസ് വന്നിരുന്നു, ഓടിയ പടത്തിൻ്റെ എത്ര വരുമാനം വന്നിട്ടുണ്ട് എന്നുള്ള ഇന്നലെ ഒരു കണക്ക് കൊടുത്തിരുന്നു മനോരമയിൽ. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബാക്കി എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന മാതിരി എല്ലാ പടവും, എൻ്റെ പടം മറ്റേ ഇതിൽ പോയി 25 തിയേറ്ററിൽ ഇത്ര ദിവസം പോയി, ഒന്നുമല്ല, എല്ലാം ഇതാണ്. പക്ഷെ ജനങ്ങൾക്കറിയാം ഇതെല്ലാം ഇത് ഏത് പടമാണ് നല്ലത്. ഇപ്പോൾ ഓടുന്ന പടമുണ്ടല്ലോ, ആ പടം അവർ ഓട്ടോമാറ്റിക്കലി നന്നായിട്ടുണ്ടോ പടം തിയേറ്ററിലേക്ക് ആൾ വരും, ഉറപ്പാ. അല്ലാതെ വെറുതെ കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കോടിയല്ല, കോടിക്ക് മേലെ. ജൂൺ 1 മുതൽ ഒരു സ്ട്രൈക്ക് വരുന്നുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. ഈ സ്ട്രൈക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റി പറയാൻ കുറച്ച് വിഷമമുണ്ട്. എന്താ പറഞ്ഞാൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പടം മൊത്തത്തിൽ നടക്കുന്നില്ലല്ലോ. മൊത്തത്തിൽ തന്നെ ഇപ്പോൾ ഏതോ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ് ഇപ്പോൾ 80 പടം സാധാരണ നടക്കുന്നെങ്കിൽ ഒരു 10 പടം വരെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ പല ഘടകങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി ഉണ്ട്. സംഭവം നടക്കേണ്ടത് എവിടെയായാലും നടക്കും. ഇതിപ്പോൾ ഏത് പടത്തിൽ സിനിമ ആകുമ്പോൾ കുറച്ച് പബ്ലിസിറ്റി കൂടും. സിനിമയിൽ മറ്റേ ആൾ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറയുന്നതെല്ലാം ഭയങ്കര വാർത്തയാണ്. അങ്ങനെ എത്ര ദിക്കിലും ചെയ്യുന്നുണ്ട്. സിനിമയിലാകുമ്പോൾ അത് വലിയ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യൂസുകളെല്ലാം സിനിമയിൽ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യുന്നു. സിനിമ എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നത് ആ ഒരു മീഡിയത്തിനെ ഒരു സൂപ്പർ സ്റ്റാർസ്, നടിമാര് എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സിനാരിയോയിലാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം സംഭവം ശരി തന്നെ. അപ്പൊ ഇത് എല്ലാ ദിക്കിലും നടക്കുന്ന സംഭവമല്ലേ. ഇത് വെറുതെ പറഞ്ഞ് ഇപ്പൊ എത്ര പടം അതിന്റെ പേരിൽ എത്ര പടം നടക്കാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെ ഭാര്യ പറയുമോ നിങ്ങൾ സിനിമയിൽ പോയി സിനിമ എടുക്കുന്ന ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത്? എനിക്ക് തോന്നുന്നതാണ് മൊത്തത്തിൽ സിനിമ ഡൗൺ ആയി. ഇനി ഒരു കര കയറണം, നോക്കാം, വരും, നല്ല പടങ്ങൾ വരട്ടെ. അതെ, നല്ല പടങ്ങൾ വരട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റിയുടേത്. അത് കഴിഞ്ഞുപോയ ഒരു ചാപ്റ്റർ ആണെങ്കിലും ഹേമ കമ്മിറ്റിയിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് അതിന് പലതും ജെനുവിനിറ്റി ഇല്ലാത്ത കേസുകൾ വന്നിരുന്നു. അപ്പം അതിനെ കുറിച്ചുള്ളൊരു നിലപാട് എന്താണ്? ഇല്ല, കുറേയൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ ആൾ പറയുന്നുണ്ട്. പിന്നെ ഇത് 10-20 കൊല്ലം മുമ്പേ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് എന്തിനാണ് പറയേണ്ട ആവശ്യം? ഇതിപ്പോൾ വളരെ മോശം ആയിപ്പോയില്ലേ സിനിമ ഫീൽഡ് തന്നെ. ഇപ്പോൾ നാട്ടിൽ ഞാൻ പോയി നിന്നിട്ടാകുമ്പോൾ എന്നെല്ലാം നോക്കാൻ തുടങ്ങി കുറേ ആൾക്കാർ. ഇങ്ങനെ നോക്കുക, ഹേമ കമ്മിറ്റി വന്ന സമയത്തല്ല ചോദ്യം ഇയാളും പെട്ടിട്ടുണ്ടോ ഹേമയിൽ? സിനിമാക്കാരനല്ലേ, ആവാമല്ലോ. ഇത് വലിയ പ്രശ്നമായിരുന്നു ചില സമയത്ത് നാട്ടിൽ പോകുമ്പോൾ. ചോദ്യങ്ങൾ വരിക, ഓരോരാൾ ചോദിക്കുന്ന സംഭവം നമ്മൾ ആരെ എന്ത് പറയാ. 2017 അനുമോളെയും ബാലയും വെച്ചിട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചു, നിലാവറിയാതെ. ആ ഒരു സിനിമയിലേക്ക് ഒരു ഡയറക്ഷൻ എന്ന അതിലേക്ക് എത്താനുള്ള ഒരു കാരണം? എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാന്നുള്ളത്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നല്ലൊരു ഒരു ക്ലാസിക്കൽ ടൈപ്പ്. അതേപോലെ തന്നെയാണ് എന്നെ പെട്ടെന്ന് വിളിച്ചു. എനിക്കിത് പെട്ടെന്ന് വീണ് കിട്ടിയൊരു സൗഭാഗ്യമാണ്. കാസർഗോഡ് ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം, നോക്കാം, കഥ കേൾക്കട്ടെ
എന്ന് പറഞ്ഞ സമയത്ത് ചെറിയ ബഡ്ജറ്റാണ്, പക്ഷെ അത് ആ എമൗണ്ട് ഒന്നും പടത്തിന് മതിയാവില്ല പറഞ്ഞ് പിന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തോട് ഞാനിങ്ങനെ എൻ്റെ ഈ സംഭവം പറഞ്ഞ സമയത്ത് അദ്ദേഹമാണ് അടുത്തൊരു പ്രൊഡ്യൂസറെ എനിക്ക് റെഡിയാക്കി തന്നത്. അങ്ങനെ 2 പ്രൊഡ്യൂസറായിരുന്നു ആ പടത്തിന്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കരം അതിനോട് സ്വന്തമായിട്ടൊരു പടം ചെയ്യാൻ പോകുന്നതല്ലേ, അപ്പോൾ എല്ലാ കഴിവുകളും ഇത്രയും കാലം ഇതിൻ്റെ ബാക്കിൽ നടന്നതെല്ലാം നമ്മൾ ഇതിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ബഡ്ജറ്റ് കുറച്ച് കുറവായിരുന്നു, ടോട്ടലി ഒരു 1.5 കോടിൻ്റെ താഴെ വരുള്ളൂ ബഡ്ജറ്റ്. ഏകദേശം ഒരു 80 ലാക്സിൻ്റെ ഉള്ളിലാണ് ഈ പടത്തിന് ഷൂട്ടിങ് കഴിയാൻ വേണ്ടി വന്നത്. എൻ്റെ നാട്ടിലായതുകൊണ്ട് അത്രയൊന്നും ചിലവ് വന്നില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ആയ അവസ്ഥയിൽ ഈ പടം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആർട്ടിസ്റ്റിനെ നോക്കണം എന്നെല്ലാം വിചാരിച്ചു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇത്രയും പടം ചെയ്തിട്ടുണ്ട്, ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇത്ര ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുണ്ട്, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഭയങ്കര ഈസി ആയിട്ട് കിട്ടുമല്ലോ. അതായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, മറ്റേ അതൊന്നും പ്രശ്നമില്ല. പോയ സമയത്തല്ലേ അറിഞ്ഞത് ഒരാളും വരുന്നില്ല. ഡേറ്റ് അവർ ചെറിയ പടം എന്ന് പറയുമ്പോൾ പിന്നെ ആരും അനങ്ങൂല്ലോ. അത് എന്താ പറഞ്ഞാൽ എല്ലാം കാശിൻ്റെ മുകളിലാണല്ലോ മൊത്തം നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആവുന്നത്ര കുറേ ആർട്ടിസ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. ചില ആർട്ടിസ്റ്റെല്ലാം വളരെ ഞാൻ ഇപ്പോൾ എനിക്ക് ഡേറ്റ് തരും എന്ന് വിചാരിച്ചെല്ലാം പോയി കൈവിട്ടു പോയ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അങ്ങനെ പടം ചെയ്തു. പടത്തിൽ അതിൻ്റെ പടം കണ്ട ആൾക്കാരൊന്നും മോശമൊന്നും പറഞ്ഞില്ല, ഏകദേശം ആൾക്കാർ നല്ല അഭിപ്രായം തന്നെയായിരുന്നു അവർ. പക്ഷെ അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അത് ആ പടത്തിൽ അഭിനയിച്ച ഒരു നടൻ തന്നെയായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. നല്ല എമൗണ്ട് പ്രൊഡ്യൂസർ കൊടുത്തു. എൻ്റെ നാട്ടിലൊന്നും പടം റിലീസിങ്ങിൻ്റെ അന്ന് പോസ്റ്റർ വരെ വന്നില്ല, പോസ്റ്റർ എത്തിയില്ല. പിന്നെന്തിനാണ് ഈ ഒരു പടം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി. ഞാൻ അന്ന് കരഞ്ഞു പോയി. എന്താ പറഞ്ഞാൽ അത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ള വലിയൊരു പടം എന്നൊന്നും ഞാൻ പറയില്ല, പടം മോശമില്ല. എൻ്റെ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം ഞാൻ അതിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കണ്ട ആൾക്കാർ ഇപ്പോഴും അത് മോശം പറഞ്ഞില്ല. പക്ഷെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിപ്പോയി ആ പടം. അതെനിക്ക് വല്ലാത്ത, അതിൻ്റെ ശേഷം ഇപ്പോഴും പേടിയാണ്. എന്താ പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടാണ്ട് ഒരു പടവും ഞാൻ ഇനി, പ്രൊഡ്യൂസർ നല്ലതായിരുന്നു, പ്രൊഡ്യൂസറെ കുറ്റം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ നല്ലൊരു പടമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ആദ്യം പ്രൊഡ്യൂസറെ അടുത്ത് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറെ അടുത്ത് ആദ്യം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ, എന്തായാലും ഇതല്ലാതെ ഈ പടം ഒന്നിക്കൽ വിജയിക്കും അല്ലെങ്കിൽ ഫ്ലോപ്പായിരിക്കും, അത് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക. എന്ത് മറുപടിയാണ് കിട്ടിയത്? പ്രൊഡ്യൂസർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ ഭാര്യനെ നോക്കാനും എൻ്റെ അടുത്ത് കാശുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾ ചെയ്തു പറഞ്ഞു. ആ ധൈര്യമാണ്. അല്ലെങ്കിൽ ഞാൻ വേണ്ട പറഞ്ഞിട്ട് പോകും. എന്താ പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഭാര്യയും മക്കളേനും നമ്മൾ റോഡിലിറക്കിയിട്ട് നമ്മൾ പടം ചെയ്ത് എല്ലാം ഇതായി ഒന്നിക്കൽ അവിടെ പടം പൊട്ടി, അവരെ നമ്മളെ ശപിക്കൂലേ? ആ ശാപമില്ല. പ്രൊഡ്യൂസർ പടം പൊട്ടിയതിന് ശേഷവും പ്രൊഡ്യൂസറും ഞാനുമായിട്ട് ഇപ്പോഴും നല്ല ടേംസിലാണ്. ഒരു 70ഓളം സിനിമകൾ ചെയ്തല്ലോ. ഈ സിനിമകൾ ചെയ്യുമ്പം സെറ്റിലൊക്കെ ചെല്ലുന്ന സമയത്ത് നടിമാരും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ഭാര്യൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അധികവും സെറ്റിൽ പോയാൽ അങ്ങനെ ചെയ്യാറില്ല. അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ക്യാമറാമാനായ സമയത്തൊന്നും ഒരിക്കലുമില്ല. എന്താ പറഞ്ഞാൽ അത് ചില ആൾക്ക് കോംപ്ലക്സ് വരും. കോംപ്ലക്സ് മീൻസ് അത് ഡയറക്ടർക്ക് വരാം, ബാക്കി ആർട്ടിസ്റ്റിന് വരാം, അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ കോംപ്ലക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം സാർ ഇരിക്കുന്ന ഒരു ഡ്രസ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ആ സമയത്താണെങ്കിലും വസ്ത്രധാരണത്തിലാണെങ്കിലും ഒക്കെ പെർഫെക്ഷൻ ആകുമെന്ന് എൻ്റെ ഒരു ഇമാജിനേഷൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കോംപ്ലക്ഷൻ അങ്ങനെയൊക്കെ ആണോ, അതോ ലുക്കിന്റെ ആണോ? ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സിലൊന്നും ഞാൻ നോ കോംപ്രമൈസ്. ഓക്കെ. പക്ഷെ ചില ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ചിലത് ഓവർ കുറച്ച് മേലെ പോയി കഴിഞ്ഞാൽ അത് എന്തായാലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഡയറക്ടർക്കും ഇഷ്ടപ്പെടില്ല, ആർട്ടിസ്റ്റും ഇഷ്ടപ്പെടും.
എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അനുഭവത്തിൽ മീൻസ് ഞാൻ അങ്ങനെ പോകാറില്ല. ഒന്ന് തെറ്റിദ്ധാരണയിൽ ഒരു ആർട്ടിസ്റ്റ് ഇതേമാതിരി എൻ്റെ ഒരു 3 പടം കട്ട് ചെയ്തിട്ടുണ്ട്. 3 പടം. അത് ആർട്ടിസ്റ്റിൻ്റെ പേരും അറിയില്ല. അല്ല, പേര് പറയണ്ട, ഏകദേശം പറയില്ല, രൂപം പറഞ്ഞാൽ മതി. ഇല്ല. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇടപഴകുന്നത് തന്നെ വലിയ പ്രശ്നം. ഞാൻ ഒരു ദിക്കിലും ആർട്ടിസ്റ്റുമായിട്ട് ഇടപഴകാനേ പോകാറില്ല. എൻ്റെ ഫോണിൽ ഒരു നമ്പറും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയധികം പടം വന്നത് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൻ്റെ എന്താ പറഞ്ഞാൽ ഞാൻ ഒരു ആർട്ടിസ്റ്റുമായിട്ടും ഏത് ഫീമെയിലും മെയിലും ആരെടുത്തും ഞാൻ അങ്ങനെ സെറ്റിൽ പോയി ഇതാക്കൂല. എന്താ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബാവും. ഒരു ഡയറക്ടർക്ക് അത് ഡിസ്റ്റർബാവും. അയാളുടെ മേലെ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ബാധിക്കും. അടുത്ത പടം കട്ട്, അതാണ് അതിൻ്റെ ഏറ്റവും ഫൈനൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ഞാൻ പോകാറില്ല. പക്ഷേ അങ്ങനെ ഈഗോ അടിക്കാറുണ്ട് പൊതുവെ ഉണ്ട്, ഇല്ലാതൊന്നും പറയില്ല. അത് മനുഷ്യ സഹജ, അത് വരും. ഞാൻ ആ പ്ലേസിലാണെങ്കിൽ കൂടെ ഒരു ഡയറക്ടർ സ്ഥാനത്ത് കൂടെ എനിക്ക് അത് ഉണ്ടാവും, ഓട്ടോമാറ്റിക് വരും. അത് ഒരു ആർട്ടിസ്റ്റ് കാരണം അങ്ങനെ 3 കട്ടായെന്ന് പറഞ്ഞില്ലേ സിനിമ. ഒരു ക്യൂരിയോസിറ്റി പിന്നെയും നമുക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിട്ട്. ഫീമെയിൽ ആണോ മെയിലാണോ? മെയില് ആണല്ലേ, ഫീമെയിൽ അല്ല, മെയിലല്ല. അദ്ദേഹം വിചാരിച്ചു ഇവൻ ഇത്രയും ഡ്രസ്സ് ചെയ്ത് വരുന്നുണ്ടല്ലോ, ഇവൻ മറ്റേ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ച് ഇവൻ ആ ക്യാരക്ടറായിരിക്കും. ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഹേമ കമ്മിറ്റി ആയിരിക്കാം എന്ന് ചില സമയം തോന്നിയെങ്കിൽ അയാൾ നമ്മളെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാനേ നോക്കുള്ളൂ. എനിക്കൊരു 3 പടം എനിക്കറിയാം, ഞാനത് പറയാം, എവിടെയെങ്കിലും ഒന്ന് പറയണമെന്ന് ധരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മൾ വേണ്ട, കട്ട് ചെയ്തു. അത് സത്യ. ചെറിയ കുറച്ച് എല്ലാവർക്കും അറിയുന്ന ആകാം, ചിലപ്പോൾ അറിയാത്തതാകാം, ചില ചെറിയ കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ചോദിച്ചു പോവാം. ഇത്രയും ഒരു 70ഓളം സിനിമകൾ ചെയ്തല്ലോ, അപ്പം അന്യഭാഷയിലും ഒക്കെ വർക്ക് ചെയ്തു. എത്ര ഭാഷ അറിയാം? ഭാഷ ഒരു 4 ഭാഷ അറിയാം. കന്നഡ അങ്ങനെ അറിയില്ല, കേട്ടാലറിയാം. കന്നഡ, തുളു, കൊങ്കണി അത്ര അറിയില്ല. തമിഴ് എഴുതുകയും വായിക്കുകയും ചെയ്യും. പിന്നെ മലയാളം ഉണ്ടല്ലോ, നമ്മളത് തന്നെ അറിയാം. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പം വേറെ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിലാണ് കൂടുതലും ഉണ്ടായിരുന്നതില്ലേ വർക്ക് ചെയ്തിരുന്നതൊക്കെ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അവിടുന്ന് ഇപ്പം നമ്മൾ അന്യഭാഷയിലേക്ക് പോകുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു റെക്കഗ്നീഷൻ അങ്ങനെ എന്തെങ്കിലും? തമിഴ് കണ്ടുപഠിക്കണം എന്തായാലും. തമിഴിലെ ആൾക്കാരെയും അവിടുത്തെ ട്രീറ്റ്മെൻറ്റും ബാക്കിയെല്ലാം സ്നേഹവും ബഹുമാനവും എല്ലാം അത് എനിക്ക് വേറെ ഏത് നാട്ടിൽ പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ആ സ്നേഹവും ബഹുമാനം, അങ്ങനെയാണ് അവരെ ബഹുമാനങ്ങൾ. അത്രത്തോളം ഉണ്ട്. ഒരു കൊറോണക്ക് മുമ്പിൽ ഞാനൊരു തമിഴ് പടം ചെയ്തിരുന്നു, ഡയറക്ടർ സാമി. അതിന് മുമ്പത്തെ പടവും ഞാൻ സാമീൻ്റെ പടം ഞാൻ തന്നെയായിരുന്നു ചെയ്തത്, സിന്ധു സമവളി. നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ പേര് അമല പോൾ. അമല പോളിൻ്റെ ഫസ്റ്റ് റിലീസായ പടം അതായിരുന്നു സിന്ധു സമവളി. സാമീൻ്റെ 2ാമത്തെ പടമാണ് ഇത്, നമ്മുടെ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ, മജീദിൻ്റെ ആ പടം. അങ്ങനെ തന്നെ അക്കാക്കുരുവി എന്ന് പറഞ്ഞെടുത്തു. ആ പടത്തിൽ ഫുള്ള് ഏകദേശം കൊടൈക്കനാലായിരുന്നു ഷൂട്ടിങ്, ഒരു 60 ദിവസം കൊടൈക്കനാലാണ്. ആ പടത്തിൽ ഫുള്ള് ഞാൻ വേറെ ലൈറ്റ് അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്തില്ല. അതൊരു 4 ഒരു 5-8 മലകളുടെ ഇടയിൽ, കൊടൈക്കനാലിൻ്റെ മലകളുടെ ഇടയിൽ ഒരു ഗ്രാമം വിത്ത് ടൗൺഷിപ്പ്. അതൊരു ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളും ഓരോ കളറാണ്. അത് ഫുൾ ടോപ്പ് ആംഗിളും ഏത് ആംഗിൾ വെച്ചാൽ അത്രക്ക് ഗ്ലാമറായിരുന്നു ആ പടം. എനിക്കൊന്ന് മജീദ് തന്നെ ഈ പടം ഞങ്ങളുടെ അയച്ചു കൊടുത്തിരുന്നു, അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അയാൾ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഫസ്റ്റിൽ പടം ചെയ്യുമ്പോൾ തന്നെ മ്യൂസിക് ഇളയരാജ വേണമെന്ന് പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ ഇളയരാജ സാർ എന്ത് പറഞ്ഞാൽ, സ്വാമി സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആദ്യം പടം ചെയ്ത് കൊണ്ടുപോവാ, അതിൻ്റെ ശേഷം ഞാൻ മ്യൂസിക് ചെയ്യാം. ഞങ്ങളെന്ത് ചെയ്തു, ഇതിനു വേണ്ടി തന്നെ ഞങ്ങൾ നല്ല സോങ്ങെല്ലാം ഏതോ ഒരു 2 ഈ അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ പാട്ടുകൾ വെച്ച് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. സോങ്ങുകൾ ഒരു 4 സോങ് ഷൂട്ട് ചെയ്തു. ഇതിന് കണക്കാക്കിയിട്ട് ഇപ്പോൾ ഒരു മ്യൂസിക് ചെയ്യണമല്ലോ. ഞങ്ങൾ കൊടുത്തതിന് ശേഷം സ്വാമി സാർ എടുത്ത് പറഞ്ഞു, ആരാണ് ക്യാമറ ഇത് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കേരളത്തിലെ ഒരാളാണ്, കുറേ പടം ചെയ്ത ആളാണ്, ഇതിനു മുമ്പ് എൻ്റെ പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാമി സാർ പെട്ടെന്ന് പേടിച്ചു, എന്തെങ്കിലും ചീത്ത പറയാനായിരിക്കുമോ എന്ന്. ഇമ്മീഡിയറ്റ് അയാൾ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ലൊക്കേഷൻ ആള് പാതി ആട് പാതി അറിഞ്ഞ മാതിരി ലൊക്കേഷൻ, ഒരു ക്യാമറാമാന് ഏറ്റവും അധികം വേണ്ട ഒരു ലൊക്കേഷൻ അത്രക്ക് നന്നായിട്ട് വന്നാൽ അയാളുടെ വർക്ക് കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഞാൻ ഈ പടം ഭയങ്കരമായിട്ട് എക്സെപ്റ്റ് ചെയ്തതാണ്. പടം എന്തോ കൊറോണ സമയത്ത് റിലീസ് ചെയ്തുകൊണ്ട് പടം ഓടിയില്ല. പക്ഷേ ഇളയരാജ പറഞ്ഞുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ടർ സ്വാമി സാറ് പറഞ്ഞു, അത് അദ്ദേഹം ഇത് ചെയ്തത് തന്നെ ഒരു 7 kV ജനറേറ്റർ, ഒരു 3-4 ലൈറ്റ്, 4 കിനോ ഇതെല്ലാം വെച്ച്. ഇത് കേട്ടതുകൂടെ അയാൾക്ക് ഒന്നും പറയണ്ട. ഈ സ്വാമി സാർ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു വല്ലാതെ ഒരു മൂഡിലായി പോയി. ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്ന് വരാം, അദ്ദേഹവുമായിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ പോയി കണ്ടു. അതൊരു വലിയ പിന്നെ തീർച്ചയായിട്ടും ഇളയരാജ സാറെ പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലോട്ട് നമസ്കരിച്ചു. എന്താ പറഞ്ഞാൽ നമ്മളെല്ലാം പാട്ട് കേട്ട് വളർന്നത് ഇയാളുടെ പാട്ട് കേട്ടിട്ടാണ്. എത്ര പാട്ടുകൾ ചെന്നൈയിലിരിക്കുമ്പോൾ ആ പാട്ടുകൾ തന്നെ എൻ്റെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത സമയം. എന്നിട്ട് അയാളുടെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തു. എന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൽ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും വലിയൊരു സംഭവമില്ലേ. എത്ര പടങ്ങൾ, എത്ര മഹാരഥന്മാരുടെ പടം ചെയ്ത് കണ്ട് അഭിപ്രായം പറയുന്ന ആള് എന്നെ പറ്റിയിട്ട് അത്രയെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ എന്നുള്ള തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എൻ്റെ ഈ ക്യാമറ സൈഡിലായതുകൊണ്ട് ഞാൻ ക്യാമറേനെ പറ്റിയിട്ട് ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഞാൻ പറയുന്ന ആർക്കെങ്കിലും നല്ല പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ മൊബൈലിലെടുത്ത് അറിയും എന്ന് പറയുന്ന ആൾ വെക്കുന്നതിനേക്കാൾ കുറച്ച് അറിവുള്ള ആൾക്കാരെ വെച്ച് പടം ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മുടെ ഇൻഡസ്ട്രിക്ക് നന്നായിരിക്കും. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് ചില ഇത് പറയാൻ തോന്നി. ഇതിനിടയ്ക്ക് എനിക്കൊരു 2 പടത്തിൻ്റെ ഇത് വന്ന സമയത്ത് ആദ്യം മാനേജർ എന്നെ വിളിച്ച് പറയുന്നു, സാറേ ആ ക്യാമറ ബുക്ക് ചെയ്യട്ടെ. ആദ്യം മാനേജർമാരാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ക്യാമറ ബുക്ക് ചെയ്യട്ടെ. ക്യാമറാമാന് ചോയ്സ് ഇല്ല. അപ്പോൾ അവർ പറയുന്നതാണ്. ഇപ്പം അതിപ്പോൾ ആര് മാനേജറായാലും ആരും വിരോധം ഇല്ല, അല്ലാത്ത മാനേജർമാരും ഉണ്ട്. അവർ പറയുന്നു ക്യാമറ ബുക്ക്, എന്നിട്ട് നമുക്ക് കൊട്ടേഷൻ തരും. ഇതാണ് ഇതിൻ്റെ അവർ കൊട്ടേഷൻ തരുന്നതെന്ന് അവർ ഒരിക്കലും സൂമിൻ്റെ യാതൊരു വിധത്തിൽ സൂം എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതില്ല. എന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ സൂം കൊടുക്കൂല, സൂം വേണ്ട അവർക്ക്. എന്താ പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു സൂം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് വന്ന ഒരു 2-3 കൊട്ടേഷനിൽ സൂമിനെ പറ്റിയിട്ട് ഒരു ഇതുമില്ല. അത് വേണമെങ്കിൽ നമ്മൾ പറയാം. എന്താ പറഞ്ഞാൽ മറ്റുള്ളവരാരും ചോദിക്കൂല സൂം. എന്താ പറഞ്ഞാൽ അങ്ങനെ ആയി തീർന്നു. അവർക്ക് ട്രാക്ക് വേണ്ട, ട്രാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് തലയുറ്റും, എടുക്കാൻ പറ്റൂല. എന്താ പറഞ്ഞാൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല. അത് അറിയണം, ആദ്യം അത് പഠിക്കണം. അങ്ങനത്തെ പഠിച്ച ആൾക്കാരെ മാത്രമേ വെച്ച് വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ശ്രദ്ധിച്ച് പടം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറാമാനെ വെച്ച്, എനിക്ക് തരണം എന്നല്ല ഈ പറയുന്നത്, നല്ല ക്യാമറാമാരെ വെച്ച് അത് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ അത് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുപോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഒരു കാര്യങ്ങൾ നിലനിന്ന് പോകട്ടെ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. സാറിൻ്റെ ലൈഫിലും പുതിയ കരിയറിൽ പുതിയ സിനിമകൾ ആഡ് ഓൺ ആവട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. ഇത്രയും നേരം നമ്മളുടെ കൂടെ കൂടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി.